ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളി ഒരു ഇഞ്ചി ചായയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു ഹെൽത്തി ചായയും കൂടിയാണ്. നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും. അപ്പോൾ നോമ്പിനൊക്കെ അത്താഴത്തിന് നമ്മൾ എണീക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്കിത് കുടിക്കാം കേട്ടോ. അപ്പോൾ ശരി, എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഹെൽത്തി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വെക്കാം. അതിലോട്ട് നമുക്ക് 1.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് കൂടുതലൊക്കെ എടുക്കാം, ചായക്കനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 1/2 സ്പൂണോളം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി നമുക്ക് ഗ്രേറ്റ് ചെയ്തതാണെങ്കിൽ അങ്ങനെ എടുക്കാം. അത് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടാനുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ നമ്മുടെ ചായപ്പൊടിയാണോ ഇട്ടെടുക്കുന്നത് അതൊരു 1/2 സ്പൂണോളം ഇട്ടെടുക്കാം. പിന്നെ കട്ടൻ ചായ ആയിരിക്കുമ്പോൾ നമുക്ക് ചായപ്പൊടിയുടെ അളവൊക്കെ കുറച്ചിട്ടെടുക്കണം, അല്ലെങ്കിൽ നല്ല കയ്പ്പ് രുചി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല കടുപ്പമുള്ള ചായപ്പൊടി ആയതുകൊണ്ട് കുറച്ച് ഇട്ടെടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് തിളച്ചെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം 1 മിനിറ്റോളം. അതിനുശേഷം നമുക്ക് ചൂടോടെ നമ്മുടെ ഗ്ലാസ്സിലോട്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈസി അല്ലേ നമ്മുടെ ഈ ചായ ഉണ്ടാക്കാൻ? സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നമുക്ക് വയറിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഇഞ്ചി ചായ. ചെറുതായിട്ടൊക്കെ നമുക്ക് തലവേദനയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ഈ ചായ കുടിച്ചാൽ നമുക്ക് നല്ല ഒരു ആശ്വാസം കിട്ടും. അതുപോലെ രാവിലെയൊക്കെ നമ്മൾ ഈ യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ നമുക്ക് ഈ ചായ ഉണ്ടാക്കി കുടിച്ചാൽ നല്ല ഉഷാറായിട്ട് നമുക്ക് ആശ്വാസത്തോടെ കുടിക്കാം കേട്ടോ. കുടിക്കുകയും ചെയ്യാം, നമുക്കൊരു ആശ്വാസമാണ്. അമറ്റിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങൾ ചായക്കൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതുവരെ ആരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.